വാട്ട് ഈസ് ഹാപ്പനിങ് ഗൈസ്, വാട്ട് ഈസ് ഹാപ്പനിങ്? 2-3 ഒരു കിടിലം വിജയോട്ട് യുണൈറ്റഡ് അപ്പോൾ പ്രീമിയർ ലീഗ് ടോപ്പ് 4 പിടിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരിക്ക് വന്നതിന് ശേഷം 2 ബിഗ് ടീമുകളെയാണ് പുള്ളി അടിച്ചേക്കണം. ഒന്ന് പെപ്പിന്റെ സിറ്റിനെയും ആർട്ടറ്റയുടെ ആഴ്സണലിനെ അടിച്ച ഒരു കിടിലം വിജയവുമായിട്ടൊരു എന്താ പറയാ, ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട് തന്നെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്ക് ടു ടോപ്പ് 4 എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും കൊണ്ടേ കളയാറുണ്ട് ടോപ്പ് 4 വരാനുള്ള ചാൻസ്. ഇതൊരു ബിഗ് ടീമിനെ അടിച്ചാണ് വന്നേക്കണേന്ന് പറയാം. പിന്നെ മാത്യൂസ് കുഞ്ഞ, വാട്ട് എ പ്ലെയർ! ആളുടെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്ന അടിച്ച ഒരു ഗോളിന്റെ ഒരു ബെൻഡ് എടുത്ത് പറയണം. റായക്ക് യാതൊരു തരത്തിലും ഒരു ചാൻസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അത്രയും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആയിരുന്നു ആള്. ആൾക്ക് ആ ഒരു ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ, കാരണം ആ ബാഡ്ജിനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ ആ മോസ്റ്റ് ഔട്ട്സൈഡ് ഗോളിലെ ആളാണ് ആദ്യം. അത്രയും ടോപ്പ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നത്. നമുക്കറിയാം ആളുടെ ആ ഒരു ബാക്ക് ടു ബാക്ക് ടോപ്പ് പെർഫോമൻസ് ആണ്. പിന്നെ ഡോർഗു, എന്താ പറയാ, വാട്ട് എ പ്ലെയർ! ആള് ഈ പറഞ്ഞ പോലെ ഒരു പ്രൈം ബെയിലിനെ പോലെ ഉണ്ട്. അതുപോലെയാണ് ആളുടെ റണ്ണും ഫിനിഷിങ്ങും എല്ലാം. ആളടിച്ച ആ ഒരു ലിങ്ക് പ്ലേ ബ്രൂണോനായിട്ട് വെച്ചിട്ട് അടിച്ച ഒരു ഗോൾ, എന്താ പറയാ, അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാം. റാക്ക് യാതൊരു തരത്തിലൊരു ചാൻസും ഇല്ല. അത്രയും ടോപ്പ് കോർണറിൽ ബാറിലിടിച്ചാണ് ആ വീണത്. സോ അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാം. ആൾ ഡിഫെൻസീവിലും ഒരുപാട് ടീമിന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്, നമ്മളെല്ലാവരും കാണുന്നതാണ്. ഒരു എന്താ പറയാ, ഒരു കിങ് മേക്കർ, അത്രയും ഒരു കിടിലൻ പ്ലെയർ ആണ് റൂബൻ അമോറിം. മറ്റൊരു സംഭാവന എന്ന് പറയാം. ആൾ ഓവറോൾ ഗെയിമിൽ നല്ല ഇമ്പാക്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ലെഫ്റ്റ് വിങ് സൈഡിൽ എന്താ പറയാ, ഡിഫെൻസീവിലും ഒഫെൻസീവിലും ഒരേപോലെ കളിക്കുന്ന ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ് ആള്. അത്രയും കിടിലൻ തന്നെയാണ്, എത്ര പറഞ്ഞാലും മതിയാവൂല. പിന്നെ എംബ്യൂമോ, വാട്ട് എ പ്ലെയർ! ആളുടെ ഒരു ക്ലാസ് തന്നെയായിരുന്നു. ആള് ബിഗ് ടീമിനെതിരെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ആദ്യം കിട്ടിയ ഒരു അവസരം അത് ആൾ മുതലെടുത്ത് ഗോൾ അടിച്ചു എന്നുള്ളതാണ്. ആ ഒരു ഗോളിന് ശേഷം സമനിലയായി. ആളുടെ എന്താ പറയാ, ഒരു കോൺഫിഡൻസ് വീണ്ടെടുത്ത പോലെയായിരുന്നു. വീണ് കിട്ടിയ അവസരം ആൾ മുതലാക്കി എന്നുള്ളതാണ്. കാരണം 10 ഗോളും 2 അസിസ്റ്റും ഈ സീസണിൽ ഓൾറെഡി ആള് അടിച്ചു കയറ്റിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ആഴ്സണലിന്റെ ആ ഒരു ഗോള്, അത് ലിസാൻഡ്രോന്റെ ഒരു ഓൺ ഗോൾ ആയിരുന്നു. അതോടെ തകരുമെന്നാണ് വിചാരിച്ചത്. പിന്നെ 85 മിനിറ്റ് ആയപ്പോൾ അവര് സമനില പിടിച്ചു. സോ ആഴ്സണൽ ഫാൻസ് ഒന്ന് ഉണർന്നു എന്ന് പറയാം. അത്രയും ഫാൻസ് നേരം തകർന്നിരുന്നേച്ചാണ് അവര്. ആൻഡ് ബാക്ക് ടു ഫോം ആഴ്സണൽ എന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടറ്റയുടെ ഒക്കെ ആ ഒരു ആഘോഷം നമ്മൾ കണ്ടതാണ്. സോ യുണൈറ്റഡ് തിരിച്ചു വരുമെന്ന് കരുതി കാണൂല. മെറീനോനായിരുന്നു ആ ഒരു ഗോൾ വന്നത്. ആ ഒരു കോർണറിൽ നിന്ന് വന്ന വീണ്ടും സെറ്റ് പീസ് എഫ് സി ആണെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കണായിരുന്നു. ഈ ദിസ് ടു ഡു ആർ ക്രേസി എന്ന് വേണമെങ്കിൽ പറയാം. ബ്രദേഴ്സ് ഓഫ് എന്താ പറയാ, ഡിസ്ട്രക്ഷൻ, അങ്ങനത്തെ ഒരു കളിയാണ് ആള് കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും. പിന്നെ കാരിക്ക് എന്താണ് ഒരു കിടിലം പെർഫോമൻസ് വീണ്ടും കാഴ്ചവെച്ചിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ആർട്ടറ്റിനെ തോപ്പിക്കുകയെന്ന് പറയാം. ആള് 2021 എന്തോണ് ചാർജ് എടുത്ത് അന്നും ഇതുപോലെ തന്നെ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഒരു തോപ്പിക്കൽ കൂടി എന്ന് പറയാം. പിന്നെ ആ 2 ബിഗ് ടീമിലെയാണ് ആൾ അടിച്ചിട്ടേക്കണം. അപ്പൊ ആൾക്ക് ആ ഒരു ക്രെഡിറ്റ് കൊടുത്ത് തന്നെ ചെയ്യണം. യുണൈറ്റഡ് ഫാൻസ് എന്തായാലും ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് സ്വപ്നം കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. കാരണം അത്രയും ഒരു പെർഫോമൻസും വൈബും എല്ലാം തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ടീമിന്റെ ഓൾ മെന്റാലിറ്റി തന്നെ മാറിയിട്ടുണ്ട്. ഇതൊരു എവേ ഗെയിമിലാണ് വിജയിച്ചേക്കണം. സോ അതും എമിറേറ്റ്സിൽ ആ ഒരു ക്രെഡിറ്റ് എന്തായാലും പുള്ളിക്ക് കൊടുത്തേ പറ്റൂ. കാരണം അത്രയും ഒരു കിടിലം പെർഫോമൻസ് തന്നെയാണ്. ആൻഡ് ബാക്ക് ടു ടോപ്പ് 4 എന്ന് വേണമെങ്കിൽ പറയാം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ടോപ്പ് 4ലേക്ക് വന്നേക്കണം. ആഴ്സണൽ സെറ്റ് പീസ് എഫ് സി ആണെന്ന് നമുക്കറിയാം. പിന്നെ പ്രത്യേകിച്ച് വലിയ ചാൻസുകളൊന്നും അവർ ക്രിയേറ്റ് ചെയ്തതായിട്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയില്ല. പിന്നെ ഡിഫൻസ് ആണെങ്കിലും ഒരു ഷിറ്റാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ഡിഫൻസിനെ അടിച്ച് പൊട്ടിച്ചു എന്ന് പറയാം യുണൈറ്റഡ്. പിന്നെന്താ പറയാ, അവരുടെ ആ പീരങ്കിയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. നിലവിൽ യാതൊരു ചാൻസും ഇല്ല. ബോട്ടിലിംഗ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ മാൻ സിറ്റി ഹാപ്പി ആയിട്ടുണ്ട് നമ്മുടെ വിജയത്തിലാണെങ്കിലും. അപ്പൊ പതിവ് പോലെ തന്നെ എല്ലാ സീസണിലെയും പോലെ തന്നെ ബോട്ടിലിങ്ങിലേക്കുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണെന്നാണ് തോന്നുന്നത്. ഈ ഒരു സീസണും ലോഡിംഗ് ആണ്.